ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നൊരു ചെറിയ റീഡിംഗ് എടുക്കാവേ. ഇന്നത്തെ നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജ് എന്താ നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കാം. അപ്പൊ ഇന്നത്തെ ഈ റീഡിങ്ങിനകത്ത് നിങ്ങൾ വീഡിയോ ഇത് കണ്ടു നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസനേറ്റ് ആവാതിരിക്കത്തില്ല. ഇന്നത്തെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ റെസനേറ്റ് ആവും കേട്ടോ. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോ ഇന്നത്തെ റീഡിംഗ് എന്നുള്ളതാണ്. അതിപ്പോ നിങ്ങൾ നാളെ കണ്ടാലും നാളെ കഴിഞ്ഞ് കണ്ടാലും ഒരാഴ്ച കഴിഞ്ഞ് കണ്ടാലും ഒക്കെ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റീഡിംഗ് ആണ് കേട്ടോ. അപ്പോ എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ടാരോട്ട് റീഡിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ. ടാരോട്ട് റീഡിംഗ് പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം, കാർഡുകൾ നോക്കാം. Queen of Pentacles, Judgment, Three of Swords, Nine of Swords, Lovers, Temperance, Eight of Pentacles, Six of Cups, Six of Water, Ten of Fire, Ten of Fund. ഇതാണ് കാർഡുകൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫ്രണ്ടിനെ, പഴയ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്, കണ്ടുമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ റീഡിംഗ് ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ചെറുപ്പകാലത്തെ ഏതെങ്കിലും ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം. അല്ലെങ്കിൽ പണ്ടത്തെ നിങ്ങളെ ചെറുപ്പത്തിലെ ചെറിയ കുട്ടിയായിരുന്നു പഠിച്ച സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ഒക്കെ ആ ഒരു കോളേജിലല്ല സ്കൂൾ കാലത്തൊക്കെ പഠിച്ച ഫ്രണ്ട്ഷിപ്പ്, ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് തുടരുന്നതായിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ വീണ്ടും ഒന്ന് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് കൂടിച്ചേർന്നുള്ള എന്തെങ്കിലും ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പഴയ ഫ്രണ്ട്ഷിപ്പ് പുതുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലര് നിങ്ങളുടെ ബാല്യകാലത്തിലേക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ ആയിരുന്നു ഒരു തിരിഞ്ഞോട്ടം, അല്ലെ നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾ പോകുന്നു. ഇപ്പൊ കെട്ടിച്ചു വിട്ടവരൊക്കെയാണ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. അവിടെയുള്ള നിങ്ങളുടെ പഴയ നിങ്ങളുടെ ആ ഒരു വീട്ടില് നിങ്ങൾ ജീവിച്ചിരുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് നാളായിട്ട് കാണാതിരുന്ന നിങ്ങളുടെ ആ ഒരു അയൽവക്കക്കാരെയോ അല്ലെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, സുഹൃത്തുക്കളെയൊക്കെ കാണുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ കാണാത്ത നിങ്ങളുടെ അകന്ന ബന്ധുക്കളെയൊക്കെ അല്ലെങ്കിൽ ഒന്ന് കണ്ട് ഒന്ന് പരിചയം പുതുക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരെയും കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം. പിന്നെ നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ നേരത്തെ നിങ്ങളുടെ പഴയ പഴയ കാലത്ത് അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ലവിനെ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ലവ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നിങ്ങളിലേക്ക് വീണ്ടും റീയൂണിയൻ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചിലർക്ക്. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ കണ്ടുമുട്ടുന്ന ആ ഒരു ദിവസമാണ് നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കാണുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഒരു ദിവസമായിരിക്കാം നിങ്ങൾക്ക്. പിന്നെ നിങ്ങളുടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലവ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നാളായി കോണ്ടാക്ട് ഇല്ലാത്ത, ഒരുപാട് നാളായി വിളിക്കുകയൊന്നും ഇല്ലാതെ നിങ്ങൾ ഒരുപാട് പെയിൻ, ആ ഒരു ലവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചു, ഒരുപാട് സങ്കടങ്ങളിലായിരുന്നു, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, വേദനകളും, 9 എപ്പിസോഡ്സ് 3 എപ്പിസോഡ്സ് ഒക്കെ കാണുന്നു. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ വളരെ അധികം സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ നല്ല ലവേഴ്സ് ആയിരുന്നിരിക്കാം, ഡീപ്പ് ലവ് ആയിരുന്നിരിക്കാം. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം, അതായത് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി, ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ഒരു വ്യക്തി വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ വീട്ടിലെ അച്ഛനോ അമ്മയോ ഒക്കെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തി ആയിരിക്കാം ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങൾക്ക് ആ ഒരു ലവിനെ കുറച്ച് നാളത്തേക്ക് നിങ്ങൾ അകന്നു പോയിട്ടുണ്ട്. ഒരു പക്ഷെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ എന്തെങ്കിലും കാരണം കൊണ്ട്
അകന്നു പോയിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചു, ഡിപ്രഷൻ സ്റ്റേജ് വരെ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ള വ്യക്തികൾക്ക് ആ ഒരു ലവ് തിരിച്ചു വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് പല പല കാരണങ്ങൾ കൊണ്ട് അത് നിങ്ങൾക്ക് മാരേജ് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ മാറി നിൽക്കുന്നുണ്ടായിരുന്നായിരിക്കും. രണ്ടുപേരും ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം. പല പ്രശ്നങ്ങൾ, ഒരുപക്ഷെ വീട്ടിൽ നിങ്ങളുടെ രണ്ട് കാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികം, അല്ലെങ്കിൽ അങ്ങനെ പല പല പ്രശ്നങ്ങൾ, വീട്ടിലുള്ളവർ അച്ഛനമ്മ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളാൽ നിങ്ങളിങ്ങനെ വേദനിച്ച് അകന്ന് കഴിയുകയായിരുന്നിരിക്കാം. അപ്പോ അങ്ങനെ ആ ഒരു ലവ് ഒരുപക്ഷെ കൂടിച്ചേരുന്നു, നിങ്ങൾ മാരേജിലേക്ക് എത്തുന്ന നിങ്ങളുടെ ആ ഒരു ഡീപ്പ് ലവ് മനസ്സിലാക്കി നിങ്ങളുടെ വീട്ടുകാരത് കൂട്ടിച്ചേർക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ മാരേജിലേക്ക് എത്തിക്കാൻ തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ അതൊരു കൂടിച്ചേരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നു, ആ ഒരു ലവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അകന്നു പോയിട്ട് നിങ്ങൾ ഒരു ലേഡി ആണെങ്കിൽ അത് നിങ്ങളുടെ മാരേജിൽ വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ മാറി നിന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരുപക്ഷെ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ കുറവ് കൊണ്ടാവാം, നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയുടെ അത്രയും സാമ്പത്തികം ഇല്ലാതിരുന്നതുകൊണ്ടാവാം. ആ ഒരു സിറ്റുവേഷനിലായിരിക്കും ഒരുപക്ഷെ മാറിപ്പോയതെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാരേജ് കഴിക്കാതെ അവനവന്റെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളൊരു ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജി, നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് 8 പെന്റിക്കിൾസ്, നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങൾ ആ ഒരു വാശിയിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്തു വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. 8 ഓഫ് പെന്റിക്കിൾസ് എനർജി, അതായത് സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഏൺ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്ത് സാമ്പത്തിക ഭദ്രത കൈവരിച്ച ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിച്ച ഒരു ലേഡി അല്ലെങ്കിൽ ഒരു അപ്പൊ മെന്നാവാം വിമണാവാം. ഇവിടെ ഇപ്പം കൂടുതലും ലേഡീസിന്റെ എനർജി വരും, കാരണം സ്ത്രീകൾ കല്യാണം കഴിക്കണമെങ്കിൽ സ്ത്രീധനം കൊടുക്കണമല്ലോ പുരുഷന്മാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കായിരിക്കും ഇവിടെ മുൻഗണന കാണുന്നത് സ്ത്രീകളുടെ ഒരു എനർജിയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ വളരെയധികം സ്വന്തമായി കഷ്ടപ്പെട്ട ഒരു വാശി കൊണ്ട് തന്നെ വാശിയോടെ കഷ്ടപ്പെട്ട് നിങ്ങളൊരു ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയിലേക്ക് എത്തി നല്ല രീതിയിൽ ഏൺ ചെയ്തു. ഒരുപക്ഷെ വിദേശത്ത് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ജോലി ബിസിനസ് ഒക്കെ ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഏൺ ചെയ്തൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിച്ച ഒരു ലേഡിയായി മാറിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ലവിലേക്ക് എല്ലാവരുമല്ല കുറച്ച് പേര്, അപ്പൊ എല്ലാവർക്കും റെസനേറ്റ് ആണെന്നില്ല, കുറച്ച് പേര് നിങ്ങളുടെ ആ പഴയ ലവ് നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ അതൊരു മാരേജിലേക്ക്, ചിലർക്കൊക്കെ ഒരു മാരേജിലേക്ക് എത്താം, ചിലർക്കാണെങ്കിൽ അതൊന്നും നിങ്ങൾ അവരെ വീണ്ടും ഒന്ന് മീറ്റ് ചെയ്യാനൊരു അവസരം കിട്ടി നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോയതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അങ്ങനെ ഒരവസ്ഥ ഇവിടെ ആർക്കൊക്കെ ഉണ്ട്, ഒരുപക്ഷെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല, കുറച്ച് പേർക്കൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു രീതിയിലൂടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ചില വ്യക്തികളോട് പറയുന്നത്, ചിലവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം വളരെയധികം വേദനിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവരാണ്. ഇവിടെ കാണാം നിങ്ങളുടെ ലവില് തന്നെ ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു തേർഡ് പാർട്ടി ഒരു പേഴ്സണോ അല്ലെങ്കിൽ വ്യക്തികളാവാം, അങ്ങനത്തെ ഒരു രീതിയിലൂടെ പോകുന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലവ് വളരെയധികം ഡീപ്പ് ലവ് ആണ്, അതായത് ഇതൊരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കാർഡ് തന്നെയാണ് ലവേഴ്സ് കാർഡ്. അപ്പോ നിങ്ങളുടെ ലവ് അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ എനിക്ക് കാണുന്നത്. അതായത് 6 ഓഫ് വാട്ടർ വന്നിട്ടുണ്ട്, 6 ഓഫ് കപ്പ്, അതൊരു നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലവ് തിരിച്ചു വരുമെന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ എന്തൊക്കെയോ ഒരു തേർഡ് പാർട്ടി, ഒരു വ്യക്തിയാവാം, സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളെ വേറെ പിരിഞ്ഞ് നിങ്ങൾ നിൽക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് ഇന്ന് ഏഞ്ചലിന് നിങ്ങളോട് തരാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഒരു മെസ്സേജ് നിങ്ങളുടെ ലവ് ഡീപ്പ് ലവ് തന്നെയാണ്, നിങ്ങളിലേക്ക് വരും, നിങ്ങൾക്കതൊരു പുതിയ റീയൂണിയൻ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫ് ഒന്ന് ബാലൻസിൽ നിങ്ങൾ ഇപ്പൊ കൊണ്ടുപോകാനാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ കരിയറിൽ ഫോക്കസ് ചെയ്ത് പോവുക. നിങ്ങളുടെ ആ ഒരു പെർഫെക്റ്റ് ടൈം ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഒന്നുകിൽ ആ ഒരു വ്യക്തി അയാളുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോയത് ആയിരിക്കാം. ഒരുപക്ഷെ മാരേജിൽ വരുമ്പോൾ, ഒരുപക്ഷെ നിങ്ങളുടെ എടുത്ത് വരുമ്പോൾ, നിങ്ങളുടെ മാരേജ് കഴിക്കാനായിട്ട് നമ്മൾക്ക് എന്തായാലും ആ വ്യക്തിക്ക്, ഒരു പുരുഷന് സ്വന്തമായൊരു ജോലി ഉണ്ടാവണം തീർച്ചയായിട്ടും. നമ്മളിപ്പോ അച്ഛനും അമ്മയാണെങ്കിലും നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത എന്താണെന്ന് നമ്മൾ നോക്കുമല്ലോ കെട്ടുന്ന ചെറുക്കന്.
അപ്പൊ അവൻ അതിനുള്ള ജോലി കരിയറിൽ ഫോക്കസ് ചെയ്തപ്പോൾ ഒരുപക്ഷെ നല്ല ജോലിയൊന്നും ഇല്ലാത്ത വ്യക്തിയാവാം, നല്ല സാമ്പത്തികം ഇല്ലെങ്കിൽ ആദ്യം ആ ഒരു വ്യക്തി കരിയറിൽ ഫോക്കസ് ചെയ്ത് നല്ലൊരു ജോലി സമ്പാദിക്കണം, എങ്കിലേ ഈ ഒരു സ്വന്തം മോളെ കെട്ടിച്ചു കൊടുക്കുകയുള്ളെന്ന് മാതാപിതാക്കൾ പറയില്ലേ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവര് സ്വന്തം കരിയറിൽ ഫോക്കസ് ചെയ്ത് അവരുടെ ജോലി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി മാറി നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും അതൊരു ഡീപ്പ് ലവ് ആണ്. നിങ്ങൾ എത്ര അകന്നിരുന്നാലും നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ ഒരിക്കലും പിരിയില്ല, ഒരുമിച്ച് കൂടി ചേരുക തന്നെ ചെയ്യും. നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വരിക തന്നെ ചെയ്യും. നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു ബാലൻസിൽ പോവുക. അതായത് നിങ്ങളും നിങ്ങളുടെ കരിയറിലോ പഠിത്തത്തിലോ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്, ആരായാലും ഏത് വ്യക്തികളായാലും. അപ്പോൾ അതൊരു ബാലൻസിൽ പോവാൻ നിങ്ങളോട് പറയാണ്. നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരിക തന്നെ ചെയ്യും കേട്ടോ. അപ്പോ അങ്ങനെ പറയുന്നു. അപ്പം ചിലര് ഒരുപാട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് പ്രശ്നങ്ങളാൽ വളരെ വേദനിക്കുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഫൈനാൻസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഒരു എന്താ പറയാ, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇവിടെ എന്താ പറയാ, ക്യൂൻ ഓഫ് പെന്റിക്കിൾ എനർജിയാണ്, 8 പെന്റിക്കിൾസ് എനർജിയാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ആ ഒരു ഹാർഡ് വർക്കിന് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹാർഡ് വർക്കിൽ നിങ്ങൾ തളർന്നിട്ടുണ്ടാവും. അത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതി വരുന്നില്ല, അല്ലെങ്കിൽ എത്രയും കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഒന്നും എനിക്ക് കടം വീട്ടാൻ വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ജോലിയിൽ പക്ഷെ സാലറി തന്നെ വളരെ കുറച്ച്, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവരാണ്. ഒരുപാട് അവര് തളർന്നിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലൊരു ജോലി ലഭിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല സാമ്പത്തികം, നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഒരു സിറ്റുവേഷൻ വരും. ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജി വരും. നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എന്താ പറയാ സാമ്പത്തിക സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ഹാർഡ് വർക്ക് തുടർന്നോളാനാണ് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്ന എഫേർട്ടിനൊക്കെ പ്രതിഫലം ലഭിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ചില വ്യക്തികൾക്ക് ഒരു ജഡ്ജ്മെന്റ് സമയമായിട്ട് എനിക്കിവിടെ തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കൂടുതലായിട്ട് പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ 9 ഓഫ് സോർട്സ്, 3 ഓഫ് സോർട്സ്, അങ്ങനെ 10 ഓഫ് വാണ്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു ചില വ്യക്തികൾക്ക് ഇതൊരു ജഡ്ജ്മെന്റിന്റെ സമയമായിട്ട് പറയാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ആണ്, യൂണിവേഴ്സിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണെന്ന് നിങ്ങൾ കരുതിക്കൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് പറയുന്നത്. ഈ ഒരു സമയം കടന്നു പോകും. തീർച്ചയായിട്ടും ഇതൊരു ജഡ്ജ്മെന്റ് കാലഘട്ടമാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒരു ലെസൺ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് കാണും കേട്ടോ. അപ്പോ ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് പലതും പഠിക്കാൻ പറ്റുമായിരുന്നു ഒരുപക്ഷെ. അപ്പം ചില വ്യക്തികളെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനെ, ഫ്രണ്ട്സിനെ ഒക്കെ മനസ്സിലാക്കാൻ ഒരു അവസരം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ അതിലെ ആ ഒരു തെറ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് തിരുത്തി മുന്നോട്ടേക്ക് പോകാം. ആരെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൂടെ ഉണ്ടാവണം, ആരെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി കളയണം എന്നൊക്കെയുള്ള ഒരു പാഠം നിങ്ങളെ യൂണിവേഴ്സ് പഠിപ്പിക്കുന്നതായിരിക്കാം. അങ്ങനെ ഇതൊരു നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് കാലഘട്ടമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആ ഒരു നിങ്ങളുടെ തെറ്റുകൾ, ഇതിപ്പം നിങ്ങളുടെ കരിയറിലായാലും നിങ്ങളുടെ എന്താ പറയാ ദാമ്പത്യ ജീവിതത്തിലായാലും നിങ്ങളുടെ ഏതൊരു ലവിലായാലും നിങ്ങളുടെ അവിടെ നിങ്ങൾക്ക് എന്താണ് തെറ്റ് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് കാണുന്നുണ്ട്. ആ തെറ്റിനെ തിരുത്തി നിങ്ങളെ മുന്നോട്ടേക്ക് ലൈഫ് കൊണ്ടുപോകാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് ഈ കാർഡുകളിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോ ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.